പ്രയത്നത്തിൽ നിങ്ങൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. സ്വന്തം പ്രയത്നത്തിൽ വിശ്വസിക്കുക. ചിലപ്പോൾ പരാജയം സംഭവിച്ചേക്കാം. അതായത് ഒരുപാട് പ്രയത്നിച്ചു കഴിഞ്ഞിട്ട് ചില കാര്യങ്ങൾ നമുക്ക് നടന്ന് കിട്ടിയില്ലെന്ന് വരാം. ആ സമയത്ത് നമ്മളുടെ മനസ്സ് ഫ്ലോപ്പായി പോകും, അല്ലേ? താഴ്ന്നു പോകും. ആ സമയത്ത് എന്താ സംഭവിക്കുന്നത്? നമ്മൾക്ക് നമ്മളിലുള്ള വിശ്വാസം നഷ്ടപ്പെടും. ഇനി ആ കാര്യം നടക്കില്ല. നമ്മളത് അബാൻഡ് ചെയ്യാനായിട്ട് തുടങ്ങും, അതായത് ഒഴിവാക്കാൻ തുടങ്ങും. പക്ഷെ അങ്ങനെയല്ല, വീണ്ടും പ്രയത്നിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മളുടെ പ്രയത്നങ്ങൾ വിജയിക്കാറുണ്ട്. എന്നാൽ പരാജയം വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ കാര്യം പരാജയപ്പെട്ടു, അത് ചില സമയങ്ങളിൽ മാത്രമാണ്. എന്നാൽ അതിൽ പരാജയപ്പെട്ട കാര്യങ്ങളിൽ നിന്നും നമ്മൾക്ക് ചിലത് പഠിച്ചെടുക്കാനുണ്ട്. സംടൈംസ് വി മേ ബി, സംടൈംസ് വി ലേൺ എന്നാണ്. അതായത് ചില സമയത്ത് നമ്മൾക്കത് പരാജയപ്പെടുന്നത് നല്ലതാണ്. അതിൽ നിന്നും ചിലത് പഠിച്ചെടുക്കാനുണ്ട്, ചില പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാനുണ്ട്. അപ്പോൾ പ്രയത്നങ്ങൾ, എഫേർട്സ് എന്ന് പറഞ്ഞാൽ ഈ ലോകം ഉണ്ടായ കാലം മുതൽ ഉള്ളതാണ്. അപ്പോൾ എന്ത് കാര്യം പരാജയപ്പെട്ടാലും പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. പല പ്രയത്നങ്ങളും പലപ്പോഴും പരാജയപ്പെടാറുണ്ട്. എന്നാൽ പരാജയപ്പെട്ടു എന്ന് കരുതി നമ്മളത് ഉപേക്ഷിക്കുകയല്ല വേണ്ടത്. വീണ്ടും 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 ശ്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒന്നുമില്ലാത്ത ഒരുവൻ തൻ്റെ പ്രയത്നം മൂലം അവൻ പല സമയത്തും പരാജയപ്പെട്ടിട്ടുണ്ടാകാം. അവൻ നിരാശ കൊണ്ട് കരഞ്ഞിട്ടുണ്ടാവാം. എന്നാൽ അവൻ വീണ്ടും വീണ്ടും ശ്രമിക്കുകയാണ്. വീണ്ടും വീണ്ടും ശ്രമിക്കുന്നതോടുകൂടി അവൻ ഉന്നതകളിൽ എത്തിച്ചേരാറുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മനസ്സിൻ്റെ വിൽ പവറും സെൽഫ് കോൺഫിഡൻസുമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെട്ടേക്കാം, മറ്റുള്ളവർ നമ്മളെ കുറ്റം പറഞ്ഞേക്കാം. എന്നാൽ അതൊക്കെ നമ്മൾ നെവർ മൈൻഡായിട്ട് എടുക്കുകയാണ് വേണ്ടത്. അതായത് അവരുടെ അഭിപ്രായങ്ങളോ അവരുടെ ആറ്റിറ്റ്യൂഡോ നമ്മോടുള്ള മനോഭാവമോ നമ്മൾ കണക്കിലെടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് വേണ്ടി വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. പക്ഷെ വീണ്ടും വീണ്ടും ശ്രമിക്കുമ്പോൾ, അതായത് പ്രയത്നിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വിജയം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്.